സർ മോഹൻ ഭാഗവത് പങ്കെടുത്ത സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ, ആ വാക്കുകളാണ് ഇപ്പോൾ വളരെ വലിയ വിവാദമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊരിക്കൽ ഒരു വിവരമില്ലായ്മയുടെ പേരിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും വിവരമില്ലാത്തവർ അങ്ങോട്ട് പോയെന്നും വിവരമുള്ളവർ ഇവിടെ നിന്നുവെന്നും അങ്ങനെ ഇന്ത്യയിൽ ജീവിച്ചവർ വിവരമുള്ളവരാണെന്നുമുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു എന്നും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, വളച്ചൊടിക്കലുകളൊക്കെ ആ ഒരൊറ്റ പ്രസ്താവന വഴി നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കിട്ടിയ അവസരം യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുതലെടുക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ. അദ്ദേഹം പറഞ്ഞതിൽ ചരിത്രവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ വളരെ സത്യമാണ് എന്നതും യാഥാർത്ഥ്യമല്ലേ? ഇവിടെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയല്ല. ആദ്യകാലങ്ങളിൽ RSSൽ സ്വയം സേവനം ചെയ്യുന്നവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നീട് അതിന് മാറ്റം വരുത്തി. ഇതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര്, പല കേന്ദ്രമന്ത്രിമാരും തന്നെ RSS ഭടന്മാരാണ് എന്ന കാര്യം ഇവിടെയുള്ള എല്ലാ RSSനെ വിമർശിക്കുന്നവർ ആദ്യം മനസ്സിലാക്കുക. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭാരതത്തിൽ RSS നടത്തിയ ഈ ന്യൂ ഹോറിസൺ എന്ന പേര് ഇട്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നടത്തിയ ഈ സമ്മേളനം, അതായത് മഹാരാഷ്ട്ര, ഡൽഹി, കൽക്കട്ട, ബാംഗ്ലൂർ, ചെന്നൈ, 5 സ്ഥലങ്ങൾ. അതിനു പുറമെ കേരള സംസ്ഥാനത്ത് വരുമ്പോൾ 2 സ്ഥലങ്ങൾ, തിരുവനന്തപുരം, തൃശൂർ. ഇത് നടത്തപ്പെടുന്നു. ഇത് ഒരു രാഷ്ട്രീയ സ്വയം സേവ ഭടന്മാരുടെ സമ്മേളനമല്ല. കഴിഞ്ഞതിന്റെ 2 വർഷം മുന്നേ പാലക്കാട്ട് അഹല്യ കോമ്പൗണ്ടിൽ ഇതേ സർസംഘചാലക് വന്നിട്ട് വലിയ തോതിൽ ഇവിടത്തെ RSS ഭടന്മാരുടെ ഒരു വലിയ സമ്മേളനവും ക്യാമ്പും അവിടെ നടത്തിയത് ഇവിടെയുള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകില്ല. അതായിരുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ യഥാർത്ഥ സമ്മേളന നഗരി. ഇപ്പൊ നടത്തിയിരിക്കുന്നത് ഈ ന്യൂ ഹോറിസൺ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും 2 സ്ഥലത്ത് ഈ സമ്മേളനം നടത്തി. ഈ സമ്മേളനത്തിൽ വിളിക്കപ്പെട്ടവർ മുഴുവൻ തന്നെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ യാതൊരു ബന്ധവുമില്ലാത്ത, സംഘപരിവാറിന്റെ പ്രവർത്തനത്തിൽ വരാത്ത, പേരുകേട്ട ജഡ്ജിമാരുണ്ട്, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, വൈസ് ചാൻസലർമാരുണ്ട്, പിന്നെ മുസ്ലിം സമുദായത്തിലെ വളരെ പ്രമുഖരായ വ്യവസായികളും ഉന്നത ജോലിയിലിരിക്കുന്നവരുമുണ്ട്. കൂടാതെ ക്രിസ്ത്യൻ സമുദായത്തിലെയും ഇതേമാതിരി വലിയ തോതിലുള്ള പ്രവർത്തകരും, അതായത് വ്യവസായികളും ഒക്കെ തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിലെ 2-3 വൈസ് ചാൻസലർമാർ അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളായ, അതായത് മുസ്ലിങ്ങളല്ല ഇത് പറയുന്നത്, ഹിന്ദുക്കളായ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവർ ശബ്ദിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഗുണവുമില്ലാതെ വേസ്റ്റ് ആക്കുന്ന ശബ്ദം നടത്തുന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവർ ശബ്ദിക്കുന്ന ശബ്ദത്തിന് മറുപടി കൊടുക്കാൻ RSSന്റെ പ്രചാരകരോ RSSന്റെ പ്രചാരകരായി ഇപ്പോൾ BJP പോയി വർക്ക് ചെയ്യുന്നവരോ അത് ഏറ്റുപിടിച്ചുകൊണ്ട് അത് ഛർദ്ദിക്കാൻ നടന്ന് ഇവിടെ RSS ആ സമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു വിഷയം മറച്ചു വെക്കുകയാണ്. സത്യത്തിൽ ആ സമ്മേളനത്തിൽ പത്രമാധ്യമങ്ങൾക്ക് വളരെയധികം കർശനമായ നിയന്ത്രണമുള്ളതിനാൽ ഒരു പത്രത്തിനോ ഒരു ചാനലിനോ അതിന്റെ ഉള്ളിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജനം TVക്ക് മാത്രമേ അവിടെ ഫുൾ കവറേജ് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. പക്ഷെ ജനം TVയും അവിടത്തെ വാർത്തകൾ ചില ആൾക്കാരുടെ, ചില ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾക്ക് മാത്രമായി പണിത് ശരിയായ വാർത്തകൾ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെ നമ്മൾ ഓർക്കുക, RSSന്റെ മനോഭാവം, അതായത് RSSന് മതമില്ല,
RSSന് രാഷ്ട്രീയമില്ല. RSSന്റെ ആശയം ഇവിടെ ഈ സംസാരിക്കുന്ന സതീശന്മാർക്കോ രമേശന്മാർക്കോ വേണുഗോപാലിനോ റോഷി അഗസ്റ്റിനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കോ അറിയില്ല എന്നതാണ് സത്യം. ഇത് അറിയുന്നവരാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ. അവർ സംസാരിക്കുന്നില്ല. കാരണം അവർ ഈ RSSനെ നുണ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ ഇവിടെ വിവരമുള്ള മുസ്ലിങ്ങൾ മുഴുവൻ തന്നെ RSS എന്താണെന്ന് പഠിച്ചു. അത് സത്യം അവർക്കറിയാം. അവർ മുണ്ടുന്നില്ല. ഒരക്ഷരം ഇതുവരെ മുണ്ടിയിട്ടില്ല. മുണ്ടിയത് മുഴുവൻ ആരാണെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഈ വിവരക്കേട് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന പ്രചാരകരും ഈ പ്രചാരകരായ BJPയിൽ പോയിട്ടുള്ളവരും അത് ഏറ്റെടുക്കുമ്പോൾ ഇവിടെ മൂടി വെക്കപ്പെടുന്നത് RSSന്റെ ആശയം ഉൾക്കൊള്ളുന്ന വലിയൊരു സബ്ജക്റ്റാണ്. ആ സമ്മേളനത്തിൽ ഈ സർസംഘചാലക് പ്രസംഗിച്ച ഒരു വാചകങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയിൽ നിന്നും വിഭജിക്കപ്പെട്ട് വിവരക്കേടുകൊണ്ട് പുറത്തുപോയ, അതായത് പാകിസ്ഥാനിലേക്ക് പോയ അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് പോയ പലരും ഇന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണമെന്ന് മോഹിച്ച് പല തരത്തിലുള്ള ദൂതന്മാർ ഈ സത്സംഘചാലകനെ കാണാൻ വരുന്നുണ്ട്. ഇത് കുറച്ചു കാലം മുന്നേ RSS സെക്രട്ടറി ദാത്രേയ പറയുകയുണ്ടായിട്ടുണ്ട് പരസ്യമായിട്ട്. പക്ഷെ ഇപ്പോഴാണ് സത്സംഘചാലക് പറയുന്നത്. അപ്പോഴും അതിൽ മറുപടി എന്താണ് സത്സംഘചാലകൻ പറഞ്ഞത്? ആ ചർച്ചയ്ക്ക്, ആ ഒരു വിഷയം ചർച്ച ചെയ്യാൻ RSS തയ്യാറാണ്. അവർക്ക് അങ്ങ് തിരിച്ച് സുഖമായി സമാധാനമായി, കാരണം അവരുടെ നാട്ടിൽ എന്നും പ്രശ്നമാണ്, എന്നും ലഹളയാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ട് അവർ അന്ന് ചെയ്ത ബുദ്ധിമോശം കൊണ്ട് തിരിച്ചുപോയി. ഇവിടെയുള്ള ചില നേതാക്കളുടെ ബുദ്ധിമോശം കൊണ്ട് രാജ്യം വിഭജിക്കപ്പെട്ടു. അവിടെ പോയി കുടുങ്ങി. വിവരമുള്ളവർ ഇവിടെ നിന്നു. അവർ സുഖമായി ജീവിക്കുന്നു. പോയവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് തിരിച്ചു വരണം. അത് ആ ഭാഗം ഇന്ത്യയുടെ തന്നെ ആക്കണം എന്നവർ അപേക്ഷിക്കുകയാണ് ഈ RSSനോട്. അതാണ് സത്സംഘചാലക് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ അത് അവിടെ മുഴുവൻ മതഭ്രാന്തന്മാരാണ്, മുസ്ലിങ്ങളാണ്, അവർ ഇവിടേക്ക് വേണ്ട, ഇനി അവരൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് നമ്മുടെ മോഹൻ ജി ഭഗത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? നമ്മൾ കരുണയോടെ അവരുടെ വിഷമം ചർച്ച ചെയ്യും, തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് RSS. RSSന് മതമില്ല. RSSൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദു ഉണ്ട് എന്ന് രമേശനും വേണുഗോപാലനും സതീശനും മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഭരണകാലത്താണ് ഇവിടെ IPS ഉദ്യോഗസ്ഥന്മാരെ ആ നായിക്കനെ കൊണ്ട്, അറിയാലോ മുസ്ലിം തീവ്രവാദി ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയത്, അദ്ദേഹത്തിനെ വെച്ച് ഇവിടുത്തെ IPS ട്രെയിനിങ് ക്ലാസ് എടുപ്പിച്ചവരാണ് നിങ്ങൾ. നിങ്ങളാണ് ഇന്ന് മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ട് നിരപരാധികളായ അവിടെ വന്ന ജഡ്ജിമാരുണ്ട്, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മറ്റ് ജോലിക്കാരുണ്ട്, വൈസ് ചാൻസലർമാരുമുണ്ട്. എന്തിനാണ് അവരെ മാത്രം കയറി ആക്രമിക്കുന്നത്? അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? അവരുടെ ഇഷ്ടത്തിന് അവർക്ക് പോയിക്കൂടെ എവിടേക്ക് വേണമെങ്കിലും? അത് ചെയ്യാതെ, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ അവർ രാജിവെക്കണം, മാപ്പ് പറയണം എന്ന് തുറന്ന് പ്രസ്താവന ഇറക്കുമ്പോ അവരുടെ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് ചില പ്രചാരകന്മാരും RSSന്റെ പ്രചാരകന്മാരായിരുന്നു BJPയിൽ പോയിരുന്നവർ അത് ഏറ്റെടുത്ത് പാടാതെ ഈ നല്ല കാര്യം RSS പറഞ്ഞത് പ്രചരിപ്പിക്കാൻ നോക്കൂ. അപ്പോഴാണ് ഇവിടെ അറിയാതെ ഇരിക്കുന്ന ജനങ്ങൾക്ക് എന്താണ് RSS എന്ന് മനസ്സിലാകുക. RSSന് മതമില്ല, RSSന് രാഷ്ട്രീയമില്ല. ഇനി ഇത് പറയുമ്പോൾ അവസാനമായ ഒരു കാര്യം കൂടി പറയാം. ഈ പരിപാടി അവിടെ സംഘടിപ്പിച്ച സമയത്ത് അവിടെ ക്ഷണിച്ചു വരുത്തിയത് തികച്ചും സ്വയം സേവകരല്ല, ദേശത്തെ പ്രമുഖരായ വ്യക്തികളെയാണ് ഇൻവിറ്റേഷൻ കൊടുത്ത് അവിടെ ക്ഷണിച്ചു വരുത്തിയത്. അവർ അവിടെ എത്തുമ്പോൾ അവർക്ക് സമയം പറഞ്ഞിരുന്നു. ആ സമയത്ത് അവിടെ എത്തുമ്പോൾ ആ വേദിയിലെ കസേരകളെല്ലാം സാധാ സ്വയം സേവകർ കൈയടക്കിയിരിക്കുകയായിരുന്നു. ഇത് എന്റെ അനുഭവം കൂടിയാണ്. ആ വേദിയിലേക്ക് കയറി ചെന്നപ്പോൾ ഈ പ്രമുഖരായ പല ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ട്, മുസ്ലിം പേര് കേട്ടവരുണ്ട്, ഞാൻ എല്ലാവരും കൂടി കയറി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവസാനം ബാക്ക് സൈഡിൽ എവിടെയോ കസേരയിട്ടു. ഞാൻ വെറുതെ ഒന്ന് മുന്നിൽ കൂടെ പോയി. ചില സ്വയം സേവകര് അവരുടെ അപ്പുറത്തും മൊബൈലും കീസൊക്കെ വെച്ച് സീറ്റ് പിടിച്ചു വെച്ചിരിക്കുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ല. പക്ഷെ അത് ആ സംഘാടകർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്.
നിങ്ങൾ അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി ഈ ക്ഷണം കൊടുത്ത് അവിടെ വന്നവർക്കായിരിക്കണം മുൻഗണന കൊടുത്ത ആ മുന്നിലിരുത്തി അവരെ കൈകാര്യം ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തില്ല. അത് ഏറ്റവും വലിയൊരു കുറ്റമാണ്. അതിലും വലിയൊരു സംഭവം ഈ മോഹൻ ഭഗവതിന്റെ അദ്ദേഹം പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ പോയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇറക്കി വിടുന്നതും അത്ര ഭൂഷണമായ കാര്യമല്ല എന്ന് ഈ പ്രചാരകന്മാർ ഓർക്കുക. നിങ്ങൾ തന്നെയാണ് ആ പ്രസ്ഥാനത്തെ ഇത്തരത്തിൽ കൊലയ്ക്ക് കൊടുക്കുന്നതും ആ പ്രസ്ഥാനവും അല്ലെങ്കിൽ BJPയും ഇവിടെ വളരാതെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. ഇവിടെ മറ്റുള്ളവർ എന്താ ചെയ്യുക? ഇത്തരം സമ്മേളനങ്ങളിൽ വെച്ച് ഈ അനുഭാവം വന്നവരെ ആ നേതാക്കളുടെ അടുത്തുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ അവിടെ വരുന്നവരെ കുറച്ചു കാലങ്ങൾ മുന്നേയും അവിടെ വരുമ്പോൾ അവരെ അകറ്റി നിർത്തി അതിന് സമയമില്ല എന്ന് പറഞ്ഞ് ഓടിക്കുന്ന ഇത്തരം പ്രചാരകരാണ്, ഇത്തരം നേതാക്കളാണ് ഈ RSSന്റെയും BJPയുടെയും ഏറ്റവും വലിയ ഈ കേരളത്തിലെ ബദ്ധശത്രുക്കൾ എന്ന് ഇവിടെയുള്ള സാധാരണന്മാർ മനസ്സിലാക്കുക. യെസ്, എന്തായാലും മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകളെ വളച്ചൊടിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ വളച്ചൊടിച്ച രീതിയിലേക്ക് മാധ്യമങ്ങളിൽ ഒരു നുണപ്രചാരണ അഴിച്ചുവിടുകയാണോ എന്നതാണ് RSS പ്രവർത്തകരുടെ ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. ഈ നിലയിലേക്ക് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനകളിൽ ചിലത് മാത്രമാണ് അവർ സൂചിപ്പിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്, വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.